അത് പിന്നെ കമ്പനി എന്താ പറയാ ഫണ്ട് ഡ്രൈ ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നെക്സ്റ്റ് മൂവ്? അത് കഴിഞ്ഞിട്ടല്ല, അതിന്റെ മുമ്പ് തന്നെ എന്തോ ഒരു കോയിൻസിഡൻസ് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മള് ഒരു ഇതേപോലത്തെ ഒരു സൈഡ് പ്രൊജക്ട് ആയിട്ട് തന്നെയാണ് കളക്ട്.chat സ്റ്റാർട്ട് ചെയ്യുന്നത്. കളക്ട്.chat എന്താണെന്നുള്ള ഓഡിയൻസ് കളക്ട്.chat എന്ന് പറഞ്ഞാല് ഒരു ഇന്ററാക്റ്റീവ് ചാറ്റ് ബോർഡ്സ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ വരുന്ന വിസിറ്റേഴ്സിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ടാവും. വാട്ട് ഡു യു വാണ്ട്, യുവർ ഇമെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ ഒരു ലൈവ് ചാറ്റ് ഓർ അങ്ങനെ ഒരു ലൈവ് ഇന്റർഫേസ് കൊടുക്കുകയാണെങ്കിൽ അത് ഒരാൾ ഇരുന്നിട്ട് ചോദിക്കേണ്ടി വരും ഓരോ ചോദ്യങ്ങൾ. അപ്പം അത് ഒരു ഓട്ടോമേറ്റഡ് ചാറ്റ് ബോട്ട്, അത് വരുന്നവരോട് നമ്മൾ ഒരു പ്രീഡിഫൈൻഡ് ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ചോദിക്കും എന്നുള്ള ഒരു ചാറ്റ് വിഡ്ജറ്റ്, അത് വെബ്സൈറ്റിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചാറ്റ് ബോക്സ് ആയിട്ട് കാണും. അപ്പം അതാണ് ബേസിക്കലി കളക്ട്.chat. അപ്പോൾ അതിലേക്ക് ഉണ്ടാവാനുള്ള സാഹചര്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ട്രാവൽ വെബ്സൈറ്റ് ഉണ്ട്, യാത്രാമന്ത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പം കറന്റ് ഓപ്പറേറ്റിംഗ് ആണോ എന്ന് അറിയില്ല, കുറച്ച് ഇതായിട്ട് സ്ട്രഗ്ലിംഗ് ആയത്. അപ്പോൾ ഇനി അന്ന് നല്ല ബൂമിങ് ആയിട്ടുള്ള, അപ്പോൾ നല്ല ഒരു ട്രാഫിക് ഒക്കെ ഉണ്ട് സൈറ്റിൽ. പക്ഷെ ഇവർക്ക് കൺവേർഷൻസ് നന്നായിട്ട് കുറവായിരുന്നു. ലിങ്ക് എടുത്തിട്ട് കോണ്ടാക്ട് ഫോം ആയിരുന്നു അവരുടെ മെയിൻ ഒരു കൺവേർട്ടിങ് ഒരു സംഭവം. അപ്പൊ അത് ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ മെക്കാനിസത്തിലേക്ക് നോക്കാനുള്ള വിസിറ്റേഴ്സ് ഉണ്ടായിട്ടും അവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോമിന്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് അതായിരുന്നു പ്രോബ്ലം. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ അതിന് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ്, അതിനുള്ള സൊല്യൂഷൻസ് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് ഈ ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞ സംഭവം. ആ ടൈമിൽ കുറച്ച് ഏർലി സ്റ്റേജ് ആയിരുന്നു, പിന്നെ ഒരു ഹൈപ്പായിട്ട് വന്ന സംഭവമാണ് ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് ഞാൻ അവൻ്റെ ട്രാവൽ വെബ്സൈറ്റിന് വേണ്ടിയാണ് ഡെവലപ്പ് ചെയ്തത് ഫസ്റ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ എന്തൊക്കെ കൺവേർഷൻസ് കൂടോ, വാട്ട് ഡിഫറൻസ്? കൺവേർഷൻസ് ഡെഫിനറ്റ്ലി നന്നായിട്ട് കൂടിയിരുന്നു, ഒരു 3x ആയിരുന്നു. 3x ആയി. അപ്പോൾ അതിൽ നിന്ന് സംഭവം വർക്ക് ആവുന്നുള്ള മനസ്സിലായി. കറക്റ്റ്. അപ്പം ഇതുപോലെ വാലിഡേഷൻ നടന്നു. പിന്നെ ഇതുപോലത്തെ സ്മോൾ ബിസിനസ്സസ് വേൾഡ് വൈഡ് ഉണ്ടാവും എന്നുള്ള ഒരു റിയലൈസേഷൻ അപ്പോഴാണ് വന്നത്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് അങ്ങനെ കൺവേർഷൻ നടക്കും എന്നുള്ള വാലിഡേഷൻ കഴിഞ്ഞപ്പം അതൊരു സാസ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാം എന്നുള്ള ഒരു